ചെറുപുഷ്പമേ, കർമ്മലാരാമത്തിൻ സൂനമേ, കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കുമമ്മേ. പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുറേസ്യയുടെ ഫീസ്റ്റാണ്. നമുക്കറിയാം, നമ്മുടെ ഈ 9 ദിവസമായിട്ട് നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുറേസ്യ. ഞാനൊരു കർമ്മലീത്ത സന്യാസിനി എന്ന നിലയിൽ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കൊച്ചു വിശുദ്ധ. സ്വർഗത്തേക്കാൾ അവൻ ഇഷ്ടപ്പെടുക എന്റെ ഹൃദയമാകുന്ന സ്വർഗത്തിൽ വസിക്കാനാണെന്ന് എന്താ പറയാ, വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് വിശുദ്ധ കൊച്ചുറേസ്യ പറയാം. നമുക്ക് ഇന്ന് യൂത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുറേ കുഞ്ഞനിയന്മാരും കുഞ്ഞനീത്തികളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു കാർമൽ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. 2020 എന്നെ ആ യൂത്ത് ആ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നത്. ആദ്യം എനിക്കിത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. നമുക്ക് അഞ്ജനേനെ അറിയാം, കാർലോ അക്വിറ്റസിനെ അറിയാം. അറിയപ്പെടാത്ത ഒരുപാട് വിശുദ്ധർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയെ കൊടുക്കാനായിട്ട് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന, അത് എന്താണ് ആ കാര്യം എന്ന് ആ മകനിൽ നിന്ന് നമുക്ക് കേൾക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ, ഈശോയുടെ വിശുദ്ധ ചെറുപുഷ്പം. ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് ഈ വിശുദ്ധയെ കുറിച്ച് അറിയുന്നത്. വിശുദ്ധയുടെ ജീവചരിത്രമായ നവമാലിക വായിച്ചതിൽ പിന്നെ വിശുദ്ധയോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. വിശുദ്ധ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ദൈവസ്നേഹം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് വിശുദ്ധ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആണ് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ ചിത്രങ്ങളും ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ കൂടെ തന്നെയാണ്. അത് പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആപ്പ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ എഡിറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യുന്നത്. വചനം പ്രഘോഷിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അതെൻ്റെ തോന്നലായിരിക്കും. എന്നാലും ഞാൻ അതിനല്ലാതെ മറ്റെന്ത് മാർഗത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഈ ചിത്രങ്ങൾ ചെയ്യുന്ന കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഈ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അത് ഓരോ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് കാഴ്ചവെക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് തുടങ്ങിയത്. വിശുദ്ധരുടെ തിരുനാളുകൾ വരുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ അതിന് 2 ദിവസം മുൻപേ ആ വിശുദ്ധരുടെ ചിത്രങ്ങൾ മറ്റാർക്കും കിട്ടാത്ത വിധത്തിൽ വളരെയധികം മികച്ച ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ ചിത്രങ്ങൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്വയം ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്ത് ആ വിശുദ്ധരുടെ ചിത്രങ്ങൾ ഞാനൊരു പ്രത്യേകം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റൊക്കെ വാട്സപ്പിൽ ഉണ്ടാക്കി വൈദികർക്കും സന്യസ്തർക്കും അതുപോലെ മറ്റ് അൽമായ സുഹൃത്തുക്കൾക്കും വിവിധ രൂപതകളിലെ മീഡിയ ടീമുകൾക്കും ഒക്കെ ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അത് അവർ യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് സ്പ്രെഡ് ആവുക, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം ഈ ചിത്രങ്ങൾ വ്യാപിക്കുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ ചിത്രങ്ങൾ ഞാൻ ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും ചെറിയ കാര്യം ഇത്രയും വലിയ ഒരു ലക്ഷ്യത്തോടു കൂടെ ചെയ്യുവാനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിൽ ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് ഞാൻ സന്തുഷ്ടനാണ്.